ഒരു ചായ. തപാൽ ശിവായി ഇവിടെ വരുമോ? കുറച്ചു നേരം കൂടി കഴിയും. ചായ. രണ്ട് ചായ മതി നേരെ. നിങ്ങൾക്ക് ഞാൻ വേറെ തരാം. കൊച്ചു പയ്യൻ ചിപ്പു ആരാണെന്ന് നിനക്കറിയോ? നേരെ ഒന്ന് പറഞ്ഞു കൊടുത്തേരേ. ഓ കൊടുത്തേക്കാമേ. അവന്റെ ഒരു വേഷം കണ്ടില്ലേ, ഒരു സായിപ്പൂട്ടി. എടാ മണിയാ ചന്തു, വാടാ പോവാം. കുഞ്ഞ് ഏതാ? കുറച്ച് വടക്കുള്ളതാ. പേര് ശ്യാം. ഈ പോയ വിത്തിന്റെ അളിയൻ ഒരു വലിയ വിത്തുണ്ട്, തമ്പുരാൻകുട്ടി. വല്ലാത്തവനാ. അവന്റെ പേരിലാ ഇവന് ഈ കളി കളിക്കുന്നത്. ഇല്ലെങ്കിൽ ഇതിനിടയ്ക്ക് ഒരു എല്ലു പോലും ബാക്കി കാണില്ലായിരുന്നു. അതാ കയ്യിലിരിപ്പ്. നായെ പേടിക്കണം, നായ്ക്കാറ്റത്തെയും പേടിക്കണമെന്ന സ്ഥിതിയാ. അതുപോട്ടെ, കുഞ്ഞെന്താ ഇവിടെ? എനിക്കൊരു അമ്മാവനുണ്ട്, ശങ്കുണ്ണി എന്നാ പേര്. തേയിലക്ക് കണക്കെഴുതുന്ന പണിയാ. അറിയോ? ശങ്കുണ്ണിയുടെ ആരാണെന്ന് പറഞ്ഞത്? അനന്തരവൻ. എന്നാ ഇത് നേരത്തെ പറയണ്ടേ? എന്നാ കാശ് വാങ്ങ്. ചായ എന്റെ വക. അറിയോ? കാശ് വാങ്ങ്, ബാക്കി പിന്നെ പറയാം. 48 പെട്ടിയുണ്ട്. ഇത് മുഴുവൻ ജോലിക്കാർക്കുള്ള പെട്ടിയാണ്. നീ ഇലയേക്കറി വെട്ടരുത്. ഒരു വെട്ടി അങ്ങനെ കുറഞ്ഞാൽ നിന്റെ ഷേപ്പ് ഞാൻ മാറ്റിക്കളെ. ശങ്കുണ്ണി, ആരാ പറഞ്ഞത് ജോലിക്കാർക്ക് തേയില കൊടുക്കണമെന്ന്? വലിയ നമ്പരാണ്. ഞാനാണോ വലിയ നമ്പരാണോ തനിക്ക് കാശ് തരുന്നത്? ഞാൻ പറയുന്നവനെ നടക്കാൻ. ഇല്ല ഇവിടെ പണിയണ്ട, മനസ്സിലായോ? ആ പെട്ടി പോയി കിടക്ക. ജോലിക്കാർക്ക് തേയില കൊടുക്കാൻ നിങ്ങൾ പറഞ്ഞോ? പറഞ്ഞോന്നോ ചോദിച്ചത്? നിങ്ങൾ ആരാ? കർണന്റെ അവതാരോ? ഒരു ദാനശീലൻ. ദാനം കൊടുത്ത് അവസാനം കിട്ടിയതേ ഈ കട്ടിലും തളർന്ന കാലമല്ലേ? മനുഷ്യനെ മെനക്കെടുത്താൻ കിടക്കുന്നു, ചത്ത് തൊലയത്തുമില്ല. കിളവനോട് പറഞ്ഞേക്ക്, അമ്മാവനെ ചവിട്ടി പുറത്താക്കിയവൻ എന്ന പേര് എനിക്ക് ഉണ്ടാക്കി വെക്കരുന്നു. അത്താഴം വിളമ്പി വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ട് പോയിക്കൂടെ? വേണ്ട, നീ കഴിച്ചിട്ട് കിടന്നോളൂ. എന്തായി? ശവം പഞ്ചായത്തുകാരെ കൊണ്ട് കുഴിപ്പിച്ചിട്ടു. കുറച്ച് കാശ് കൊടുക്കേണ്ടി വന്നു. അവളുടെ കാര്യം? അവളെ കുടിയിറക്കി. നാളെ മല കടത്തി വിടാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. ശരി, നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ നാളെ വീട്ടിൽ പോയി വാങ്ങിച്ചോ. ഓ വയ്ക്കോ.
யார் சொல்லிட்டு போனேன்? പോയിട്ട് വാറേന്ന്. ഓഹോ വന്നല്ല 4 കാലില് കയ്യും വീശി. ഇവിടെ മനുഷ്യ എനിക്ക് വെറ്റില പാക്ക് വാങ്ങിച്ചോണ്ടിരുന്നല്ലേ എവിടെ? എന്തോ എന്തോ അല്ല வெத்தல பாக்கு வராம இப்ப குடிக்க பாரு காப்பி. இத தவிர பச்சை தண்ணி உனக்கு கொடுக்க மாட்டேன். അച്ഛാ എന്താ മോളെ? ഇന്നലെ വാങ്ങിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ചുവന്നതാണോ? നാളെ ആവട്ടെ. ഉടയാത്തോളെ വാങ്ങിച്ചിട്ടില്ല. പണം കാണാത്തവൻ കണ്ടപ്പോൾ ഉണ്ടായ കുഴപ്പമാ നിന്റെ അച്ഛനെ പറ്റി. പെട്ടെന്നുണ്ടായ പണത്തിന്റെ അഹങ്കാരം മലവെള്ളം പോലെയാ പണത്തിന്റെ വരവും പോക്കുമെന്ന് പോയി കഴിയുമ്പോഴേ അറിയൂ. അപ്പം പഠിക്കും. ഏതായാലും നീ ഇങ്ങോട്ട് പോകുന്നത് നന്നായി. അമ്മാവാ എന്തെങ്കിലും ഒരു ജോലി. എന്റെ ഒരു കൂട്ടുകാരന്റെ മകനൊരു ചെറുക്കനുണ്ട്. കോടിമല എസ്റ്റേറ്റിൽ മാനേജറാ. ആ അവനോടൊന്ന് ഞാൻ പറഞ്ഞു നോക്കട്ടെ. അതുവരെ എന്തെങ്കിലും ഒരു ചെറിയ പണി എന്തായാലും തിരക്കേടില്ല. നോക്കട്ടെ, തമ്പ്രാൻകുട്ടിയോടൊന്ന് പറഞ്ഞു നോക്കാം. കേറി വാടോ. ചങ്കു, ചങ്കുട്ടി, ഞാൻ ഇന്നലെ അടിച്ച് പൂക്കൂറ്റിയായി എന്തൊക്കെയോ പറഞ്ഞു. എന്നോട് ക്ഷമിച്ചു എന്ന് പറയണം, എന്നാലേ ഞാൻ ഇവിടെ എഴുന്നേക്കൂ. നീ എന്തായി കാണിക്കുന്നത്? സാരമില്ല, ഈ വഴക്ക് തീർക്കാൻ വൈകുന്നേരം ഒരു കുപ്പി പൊട്ടിച്ചാൽ മതി. അത് മതി. എന്താ ശങ്കുണ്ണി കാലത്ത് പതിവില്ലാതെ? ഇവൻ എന്റെ അനന്തരവൻ തീർക്കനാ. PUC വരെ പഠിച്ചിട്ടുണ്ട്. 2 മാസത്തിനകം കോടിമലയിൽ ഒരു ജോലി കിട്ടും. അതുവരെ എന്തെങ്കിലും ഒരു ചെറിയ ജോലി. എന്ത് ജോലി ചെയ്യാം? എന്തും. പഠിപ്പിനത്തെ പണിയൊന്നും ഇവിടില്ല. കുതിരവണ്ടി ഓടിക്കാം. ഓടിക്കാം. ശങ്കുണ്ണി, എന്തോ ഇവനെ കണ്ടിട്ട് ഒരു കള്ളന്റെ ലക്ഷണമാണല്ലോ. മര്യാദയ്ക്ക് പണിയെടുത്തണം. അത് ഞാൻ നോക്കിക്കോളാം. എന്നാ ഇന്ന് തന്നെ ആയിക്കോട്ടെ. ആ ജംബുലിംഗത്തിന്റെ വണ്ടി ആളിനെ അടക്കല്ലേ? അതെ. എന്നാ പൊയ്ക്കോ. തൽക്കാലം നിനക്കൊരു ജോലിയായി. പിന്നൊരു കാര്യം, തമ്പ്രാൻകുട്ടി ആൾ പെസക, സൂക്ഷിക്കണം. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്. നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞിരുന്നു, നിങ്ങൾ കേൾക്കുന്നു. അങ്കന എന്ന് വെച്ചാൽ പെണ്ണ് അഥവാ സ്ത്രീ. അങ്കനമാർ സ്ത്രീയുടെ മാർ. മൗലേ ബാലേ, നല്ല നല്ല ബാലെ കളിക്കുന്നു എന്ന് ചുരുക്കം. ബാലെ ചൂലെ, ഇതാണ് താങ്കളുടെ മോളെ പഠിപ്പിക്കാൻ പോകുന്നത്? ഏയ്, 1-ാം തരം ഭരതനാട്യം. അറിയുന്നത് സ്ത്രീക്ക് ഭൂഷണം. വേണ്ട, ദേവദാസികളുടെ തേവടിച്ച് നൃത്തം എന്നൊരു ദുഷ്പേരുണ്ട്. അശ്ലീലമില്ലാത്ത കാലയിൽ തൂക്കി നിന്നാടും എന്ന് തുടങ്ങുന്ന നൃത്തം വല്ലതും കൈവശമുണ്ടെങ്കിൽ കൊണ്ടുപോവാ, നോക്കാം. അപ്പൊ ഞാൻ പോട്ടെ. ഏതായാലും നൃത്തത്തിന്റെ കാര്യം മറക്കണ്ട. ആലോചിക്കാം. പെട്ടണി അങ്ങുണ്ണി, നീ വെറുതെ അവിടെ കുത്തിയിരിക്കണ്ട. ഒന്ന് ചുറ്റി കറങ്ങി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നാ മതി. പോയിക്കോ പോയിക്കോ.
എന്താണ് വിട്ടേ? അയ്യോ, എന്താണ് കൊണ്ടാ വായി മുറിച്ചിരിക്കുന്നേ? വേമ്പ വെള്ളം എടുത്തു പാടാ. വേഗം കറക്കണം ചന്തു. വേഗമാട്ടെ. ആനന്ദ ടീച്ചർ വരുന്നുണ്ട്. ചന്തു, നീ വേഗം കല്ലെടുത്തു. അലുവ മാതിരിയുള്ള ചരക്ക ഏറ്റ ഈ ഒരെണ്ണം ഇന്നത്തേക്ക് മതി. ആകെ വൃത്തികേടായല്ലോ ടീച്ചറെ. വല്ല കന്നുകാലികളും ചവിട്ടി തള്ളിയതാവും. എടാ മണിയാ, നീ ആ വെള്ളം മുമ്പ് ഇതാ നായരുടെ നായർ പതുക്കെ ഉണ്ടാക്കിയാ മതി. നീ ആ വെള്ളം മറവിലിട്ട് വെച്ചുകൂട്. ടീച്ചർ അങ്ങോട്ട് ചെന്ന് ദേഹമൊക്കെ ഒന്ന് വൃത്തിയാക്കിയട്ടെ. ഞാൻ പാട്ടി ചിപ്പു, വലിയ ഉപകാരമായി. ഇങ്ങനെയൊക്കെ അല്ലേ ടീച്ചറെ ഉപകരിക്കാൻ പറ്റുള്ളൂ. ഈ വക പെണ്ണുങ്ങൾ ഭൂമിയിലുണ്ടോ എന്ന് പാടിയത് ആരാടാ മണിയാ? നമ്മളെ മലയാളം പഠിപ്പിച്ച മുൻഷി സാറ്. എന്നാലായാലും ടീച്ചറെ കണ്ട് മനം നൊന്ത് പാടിയതാവും. അല്ലെങ്കിൽ ഞാൻ എടാ പഴത്ത നായരെ, നീ എന്നോട് പുല്ല് ചെയ്തടാ. ഇത് കണ്ടോ, കോഴി പിടിച്ച കൈയാടാ. ഒറ്റ ഇടിക്കുന്നില്ല മോളെ ഞാൻ വീണ് വായിപ്പിക്കൂടാ. നീ ഏത് കോഴി പിടിച്ചാലും ചങ്ങൂര് ഒന്നുമില്ലടാ. വാസി നടക്കുന്ന വണ്ടി കയറണം. എനിക്ക് വണ്ടിയും വേണ്ട, ചിട്ടിയും വേണ്ട. എനിക്ക് കാലുണ്ടാ. എത്ര കാല്? 2. ബാക്കി അവിടെ പോയി. ബാക്കി ഞാൻ തല്ലി ഒടിച്ചു. നീ ഉളുത്തു. സ്വാമി ഇപ്പൊ വണ്ടി കയറുന്നോ ഇല്ലയോ? ഇല്ലെങ്കിൽ ഞാൻ പോണു. ഇല്ല പിന്നെ കണ്ടോളാ. വേണ്ട, പിന്നെ ആക്കണ്ട. ഇപ്പൊ തന്നെ കണ്ടോ. ഞാൻ ചീനി വീട് വരയ്ക്ക് പോയിട്ട് വരാം. 2 മാസത്തെ പലിശ ബാക്കി തരാനുണ്ട്. പകലിൽ പോയാൽ അവനെ കാണാൻ നോക്കൂല, രാത്രി ചെന്നാലേ കാണാൻ നോക്കൂ. നീ അകത്തെന്ന് കഥ അടച്ച് പടുത്തുക്കോ. അമ്മേ, വെറുതെ വഴക്കൊന്നും ഉണ്ടാക്കാൻ. അവളുടെ ഒരു വഴക്ക്. എന്നെ പിടിച്ചു ഞാൻ നടന്നു പിടിച്ചു വേണ്ട. കിട്ടാനുള്ളെല്ലാം കിട്ടിയോ? ഇല്ലെങ്കിൽ മടിയിലെവിടെയെങ്കിലും കാണും, കേറി എടുത്തോണ്ട് പോയാ മതി. മനസ്സിലായില്ല. ആദ്യം കണ്ടപ്പോഴേ ഒരു കള്ളലക്ഷണം തോന്നിയതാ. ഇപ്പൊ തീർച്ചയായി. കാര്യം അറിയാതെ? എല്ലാം അറിയാം. വഴിയെ പോകുമ്പോ വീട്ടിൽ വിട്ടേക്കാന്ന് പറഞ്ഞ് വിളിച്ച് വണ്ടി കയറ്റും. വഴിയെ ഷാപ്പിലിറക്കി കള്ള് വാങ്ങിക്കൊടുക്കും, മൂക്കറ്റം കുടിപ്പിക്കും. എന്നിട്ട് കയ്യിലിരിക്കുന്ന കാശ് തട്ടിപ്പറിക്കും. ഇതിവിടുത്തെ കുതിരവണ്ടിക്കാരുടെ സ്ഥിരം പണിയാ. നിങ്ങൾക്ക് പറ്റിക്കാൻ പാവം എന്റെ അച്ഛനെ കിട്ടിയുള്ളൂ. ഇതിലും ഭേദം നാട്ടിലിറങ്ങി തെണ്ടിക്കൂടെ? ഞാൻ
ഞാൻ വേണ്ട, ഒന്നും പറയും വേണ്ട, എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. അത്താഴം എടുത്തു വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ട് പോയാ പോരെ? വേണ്ട, നീ കഴിച്ചിട്ട് കിടന്നോളൂ. ചേച്ചി, ആ, ഊണെടുത്ത് വെച്ചിട്ടുണ്ട്. വാ. വെറുതെ എന്നോട് എന്തിനാ ദേഷ്യം? ഞാൻ ആർക്കും കള്ളും ചാരായൊന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല. ഇത് ആശാന്റെ ഒരു സ്ഥിരം പതിവാ. ഒപ്പം കൂടുന്നത് ആ ശങ്കുണ്ണിമാമായ എന്നും. എനിക്ക് കേൾക്കണ്ട. എന്ന് പറഞ്ഞാ പറ്റില്ലല്ലോ. എന്താ പറ്റാത്തത്? എന്നോട് ആരും ഒന്നും പറയണ്ട. എനിക്ക് എല്ലാവരും നന്നായിട്ട് അറിയാം. എടി പ്രവാടി. എന്താ വിളിച്ചത്? എടിയെന്നോ? അയ്യോ, ഞാൻ എന്റെ കുതിരയെ വിളിച്ചതാ. തന്നോടൊന്നും എഴുന്നള്ളിച്ചില്ല. ചേടാ, ഇത് വലിയ കഷ്ടമായല്ലോ അല്ലേടി? എടി, ഇന്ന് വരുമല്ലോ തകില് കിഴവൻ. അടിച്ച് കീലായി 4 കാലയില്. എടാ, നിനക്കറിയാമോ ഗണപതി അയ്യരെ? കൊട്ടും, ഇനിയും കൊട്ടും, ഇനിയും കൊട്ടും. ഗണപതിയെ ശങ്കുവല്ല ഒരുത്തനും ഒരു പുല്ലും ചെയ്യൂല. എടീ, വെറ്റിയുള്ളൂ കൊടുത്ത വിദ്യയൊക്കെ ഭംഗിയായിട്ടുള്ളൂ, ഒന്നും മോശമായിട്ടില്ല. തന്റെ വിദ്യകളൊന്നും എനിക്ക് വേണ്ട. മര്യാദയ്ക്ക് 4 ചുവട് നൃത്തം അഭ്യസിച്ചു കൊടുത്താൽ പോലും. അല്ല, വേറെ ദുരുദ്ദേശത്തോടു കൂടിയാണ് വന്നതെങ്കിൽ തന്റെ തോളിൽ തലയിരിക്കുന്നതിന് പകരം എന്റെ തകിലായിരിക്കും ഇരിക്കുക. അത് ഓർമ്മിച്ചോളൂ. നിങ്ങൾ എന്താണ് നമ്മളെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത്? നമ്മൾ യാതൊരു കളങ്കവുമില്ലാത്ത ശുദ്ധ ബ്രാഹ്മണനാണ്. തെരിയും തെരിയും. അതിനാലാണ് നമുക്ക് ശിങ്കാരപ്പെട്ടാൽ എന്ന് പേര് വന്നത്. ശുംഭർ. അസൂയ കൂട്ടങ്ങള് വെറുതെ പറയുന്നതല്ലേ സ്വാമി? നൃത്തം ചെയ്യാൻ മാത്രമായിട്ട് ബ്രഹ്മാവ് പറത്തിവിട്ട ശരീരം മാതിരിയുണ്ട്. അത് പണ്ടേ എല്ലാരും ചൊല്ലിയിരുന്നതാക്കും. എന്റെ ശരീരവടിവ് തന്നെയാ എന്റെ മോക്കുമെന്ന്. டான்ஸ் மாஸ்டர் என்ன சொல்றீங்க? എന്താ ഡാൻസ് മാസ്റ്റർ പേശാൻ ഇരിക്കുന്നത്? അസലായിട്ടുണ്ട്. ഇങ്ങനെ ഒരു ശരീരം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. കേട്ടിங்களா மாஸ்டர் சொல்றது? சும்மா தவளையும் தூக்கி நடந்தா போறாது, கொஞ்சம் சௌந்தரிய போதும் வேணும். മുറ്റത്തെ മുല്ലയ്ക്കും മണം കാണൂല. அப்படி சொல்லி கொடுங்க மாஸ்டரே. നീ ഒരു കാര്യം ചെയ്, വെറ്റിലമാക്കി എടുത്ത് ദക്ഷിണ വെച്ചെന്ന് പുണ്ണ് കയ്യിലെ കൊടു. രാജാവിന് മുമ്പേ കാര്യം മുടി കിട്ടും. ഒന്നാക്കണ്ട, ഒരു 4-5 വെറ്റിലയും അടക്കി ആയിക്കോട്ടെ. ദക്ഷിണയ്ക്ക് പേർക്ക് ഒരു വെത്തല പോകാതാ? അവനോ ഇലലക്കിനായി, നീ അവനോട് ഹിരിലക്കിനായി. എന്നെ വെള്ളം കൊടുത്തുക്കോ. വെള്ളം കുടിച്ച് വെത്തലയും പാക്കും ചുണ്ണാമ്പ് പോയി എല്ലാം കൊടുത്തുക്കോ. കണ്ണേങ്ക വാ. സാക്ഷാൽ മൂകാംബിക ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് അന്ത പാതാള വൃന്ദങ്ങളിലെ ഗട്ടിയാ പിടിച്ചുക്കോ. പോമാ. നന്നായി വരട്ടെ.
ഏയ് അങ്ങനെയല്ല. ഇങ്ങനെ അരയ്ക്ക് കനം കൊടുക്കാതെ വേണം ചെയ്യാൻ. മനസ്സിലാവില്ല? ഇനി തുടങ്ങിക്കോ, നമ്മൾ നോക്കട്ടെ. അയ്യോ, പെൺകുട്ടികൾ മാനവരിയായി ജീവിക്കുന്നിടത്ത് എത്തി നോക്കുന്നതാ.